السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: اللهم ادخله الجنة، اللهم أجره من النار. قال رسول الله: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികൾ, ഗുരുവര്യന്മാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സത്യവിശ്വാസിക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ കുറിച്ച് മഹാന്മാര് അവരുടെ കിതാബുകളിൽ വളരെ വിശദമായി നമുക്ക് സന്ദേശം തരികയാണ്. അല്ലാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണെന്നതിൽ നമുക്കാർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ കുളിക്കാൻ വേണ്ടി ഒരു കുളിപ്പുരയുടെ അകത്തേക്ക് കയറുകയാണ്.
അപ്പോൾ അതിന്റെ കാവൽക്കാരൻ വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ തടയുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, പണം നൽകാതെ ഇങ്ങോട്ട് പ്രവേശനം നൽകില്ല എന്ന്. ആരോടാ പറയുന്നത്? ആ കാലഘട്ടത്തിന്റെ വലിയ നേതാവും ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെപ്പോലും ഒഴിവാക്കാത്ത നല്ല സൂഫിയായ അള്ളാഹുവിന്റെ ആരിഫാണ്. ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കുളിക്കാൻ വേണ്ടി കുളിപ്പുരയിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? പണം കൊടുക്കണം. പണം നൽകാതെ ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ശൈത്വാനിന്റെ വീട്ടിലേക്ക് പോലും സൗജന്യമായി പ്രവേശനം ലഭിക്കുന്നില്ല എന്ന്. ശൈത്വാനിന്റെ വീട്ടിലേക്ക് പോലും സൗജന്യമായി പ്രവേശനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ശൈത്വാൻ വസിക്കുന്ന ഒരു ഇടമാണ് ടോയ്ലറ്റ്, ബാത്റൂം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ആ ബാത്റൂമിലേക്ക് ഇടതുകാല് വെച്ച് കയറുന്നതിന് മുമ്പ് തന്നെയായി എന്ത് വേണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം. നമ്മളൊക്കെ ചെറു ക്ലാസ്സുകളിൽ പഠിച്ചവരാണ്, പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഞാനും നിങ്ങളും കൊണ്ടുവരുന്നില്ല. അത് എന്തുകൊണ്ട്? നാം അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരു വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊരുപാട് നന്മകളുണ്ട്, അതിൽ തിന്മകളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ആലോചിക്കാനോ ഒന്നിനും നമുക്ക് സമയമില്ല. എന്നാൽ ആ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ഇടതുകാല് വെക്കണം, എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് അല്ലാഹുവിനോട് കാവല് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് കാവല് തേടിക്കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കയറുന്നത്. എന്നാൽ ആ ശൈത്വാൻ ഏറ്റവും അധികം വസിക്കുന്ന ആ ബാത്റൂമിലേക്ക്, കുളിപ്പുറയിലേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആ കരഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഫകൈഫ ലീ ബിദ്ദുഖൂലി ഇലാ ബൈത്തിൻ നബിയ്യീന വസ്ദിഖീൻ, പിന്നെ എങ്ങനെയാണ് അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും കടന്ന സ്വർഗത്തിൽ എനിക്ക് പ്രവേശനം ലഭിക്കുക എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കരഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗം കിട്ടണമെങ്കിൽ ആര് പ്രവേശിച്ച സ്വർഗം? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് പ്രവേശിച്ച സ്വർഗം, അള്ളാഹുവിന്റെ സിദ്ദീഖീങ്ങൾ പ്രവേശിച്ച സ്വർഗം, സ്വാലിഹീങ്ങൾ പ്രവേശിച്ച സ്വർഗം, അവിടെ പ്രവേശിക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം സമ്പത്ത് കൊടുക്കണം? എനിക്ക് എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുന്നത്? ദുനിയാവിലുള്ള ഒരു ടോയ്ലറ്റിലേക്ക് കടക്കാൻ, ഒരു കുളിപ്പുറയിലേക്ക് കടക്കാൻ, കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതിന്റെ കാവൽക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞതെന്താണ്? പണം നൽകാതെ ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന്. എന്നാൽ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ എത്രത്തോളം അധ്വാനിക്കണം? ദുനിയാവിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ. എന്നാൽ സ്വർഗം വെറുതെ ലഭിക്കുകയില്ല മുഅ്മിനീങ്ങളെ.
സ്വർഗം ഒരിക്കലും ആർക്കും വെറുതെ ലഭിക്കുകയില്ല. എന്നാൽ അവിടേക്ക് അധ്വാനങ്ങൾ വേണം. എന്നാൽ ആ അധ്വാനങ്ങളുടെ ചില വഴികളാണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലൊന്നാമത്തത് 5 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ 5 കാര്യങ്ങളിൽ സ്വർഗം കിട്ടുന്ന വിഷയമാണ്, മനസ്സിലാക്കണം. അതിലൊന്നാമത്തത് പാപങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുക. പാപങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വനഹൻ നഫ്സ അനിൽ ഹവാ, തന്നിഷ്ടങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുന്നവരാരോ? ചോദിക്കാണ് അല്ലാഹു. ഒരിക്കലും നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ജുമുഅക്ക് നിങ്ങൾ പള്ളിയിൽ വന്നു, ഇമാമായ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഖുതുബ ഓതുമ്പോൾ ഞാൻ പടിഞ്ഞാട്ട് നിന്ന് ഓതിക്കഴിഞ്ഞാൽ ജനങ്ങളായ നിങ്ങൾ എന്ത് പറയും? എന്നോട് നിങ്ങൾ ചോദിച്ചെന്നാണ് അങ്ങനെ ചെയ്തത്, അത് എന്റെ ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതൊരിക്കലും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക്, നിയമത്തിനെതിരെ എതിരാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ പരിശുദ്ധമായ സുന്നത്തുകളും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഖുതുബക്ക് മിമ്പറിൽ കയറിയാൽ ആ ജനങ്ങളോട് അഭിമുഖീകരിച്ചു നിന്നുകൊണ്ട് അവരോട് ഖുതുബ നടത്തണമെന്ന് തന്നെയാണ്. ഞാൻ എന്റെ സുന്നത്ത് കിബിലക്ക് തിരിഞ്ഞിരുന്നാണ് ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ്, തന്നിഷ്ടങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുന്നവർ നിശ്ചയം സ്വർഗം അവന്റെ സങ്കേതമാണ്. പരിശുദ്ധമായ ഖുർആനാണ്. നമ്മുടേതായ ഇഷ്ടങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അതിനൊക്കെ പ്രത്യേകമായ വരമ്പുകളുണ്ട്, അതിർത്തികളുണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ച് കൊണ്ടാകണം നമ്മുടെ ജീവിതങ്ങളെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഒന്നാമത് പറയുകയാണ്, പാപങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുക. അത് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഇരുളിലാണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും നാം പാപങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ നാം തടയണം. അതാണ് സ്വർഗം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ദുനിയാവിൽ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അങ്ങനെ തന്നെയാണ്. ഉള്ളത് കൊണ്ട്, ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ദുനിയാവിൽ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടണം. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, ഇന്ന സമനൽ ജന്നത്തി അത്വാഅതു വതർഖു ദുനിയ, നിശ്ചയം സ്വർഗത്തിന്റെ വില ഇബാദത്ത് ചെയ്യലും ദുനിയാവിനെ വെടിയലുമാകുന്നു എന്ന് മഹാന്മാര് പറയുകയാണ്. സ്വർഗത്തിന്റെ വില അത് ഇബാദത്താണ്. ഇബാദത്തല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം കൊണ്ട് ഇബാദത്തെടുക്കാൻ അവന് പറ്റിയില്ലെങ്കിൽ അവനെ പരിശുദ്ധമായ ഇസ്ലാം അവനെ വേദനിപ്പിക്കുന്നില്ല, അവനെ പ്രയാസപ്പെടുത്തുന്നില്ല, അവന് ഭാരമായി ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവനോട് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇരുന്ന് നിസ്കരിക്കാനും പറ്റാത്തവൻ എന്ത് ചെയ്യണം? കിടന്ന് നിസ്കരിക്കണം, മലർന്ന് കിടന്ന് നിസ്കരിക്കണം. അതിന്റെ വശങ്ങളൊക്കെ പരിശുദ്ധമായ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ക്ലേശപ്പെടുത്തുന്നില്ല. ചരിത്രം അങ്ങനെ തന്നെയാണ്.
ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ ആ മനുഷ്യന്റെ മുൻകഴിഞ്ഞ ആളുകളുടെ ചരിത്രങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവർ നമുക്ക് നൽകിയിട്ടുള്ള വലിയ മാർഗങ്ങൾ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു. അവർ വലുതുകൊണ്ടല്ല. നമ്മുടെ ഉപ്പയുടെ ഉപ്പ, അതിന്റെ ഉപ്പ, അത്രയല്ലേ നമുക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ അവരുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ജീവിച്ചത്, നാം ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് 2 or 3 മക്കളുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ 6, 7, 10, 12 മക്കളുണ്ട്. അന്ന് ആ സാധുക്കള് കൃഷി ചെയ്ത് അവരുടെ സ്വത്തുകൾ വളരെ സംരക്ഷിച്ചുകൊണ്ട് അവരതെല്ലാം ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാതെ അവരുടെ മക്കളെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു, മക്കളെയൊക്കെ ഉന്നതിയിലെത്തിച്ചു. ഇന്നോ ആ പ്രിയപ്പെട്ടവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ വിയർപ്പ്, അവരുടെ രക്തം വിയർപ്പാക്കിയ ഭൂമി ഇന്ന് നാം വിറ്റ് ഫുഡ് കഴിക്കുന്നു. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. ഇന്നത് വിറ്റ് നമുക്കിപ്പോൾ 2 കുട്ടികളുടെ ഉസ്താദ് എങ്ങനെ ജീവിക്കും? ഭാര്യയ്ക്കും കൂടി ജോലി ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു മാസം ഇത്ര ചെലവുണ്ട്, വരുമാനം കുറവാണ്. എവിടെ? ചിലപ്പോൾ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, കൂടിയാൽ 3, അതിന്റെ അപ്പുറത്തേക്കില്ലല്ലോ. അപ്പോൾ അത് ഈ കാലഘട്ടം നാം എടുത്തു നോക്കുമ്പോൾ എന്തൊരു പ്രയാസമാണ് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ. എന്നാൽ നമ്മുടെ മുൻകഴിഞ്ഞ ആളുകൾ ഒരു പ്രയാസമില്ലാതെ 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കാതെ അവർ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തി, ഒരു ബാധ്യതയുമില്ലാതെ ഓരോ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ അവർ അന്തിവിശ്രമം കൊള്ളുന്നു. അവർക്കൊരു ബാധ്യതയില്ല, കൊടുക്കാനില്ല, വാങ്ങാനില്ല. പക്ഷേ ഇന്ന് നമ്മളൊക്കെ മരിച്ചാലോ, ജനാസ കൊണ്ടുപോയി പള്ളിയുടെ വേറാവിൽ വെച്ചിട്ട് പള്ളിയിലെ ഹത്തീമിനോട് പതുക്കത്ത് പറയും, അപ്പാക്ക് വലിയ, കാരണം മകനറിയാം അപ്പാക്ക് എന്തുണ്ടെന്ന്, ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ മകനിക്കറിയാം അവര് ബാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അന്ന് പറയും, ഉസ്താദേ ഒന്ന് പറയണം. അതൊക്കെ ഒരു മോഡലായി മാറി. അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ, എന്റെ വാപ്പയുടെ ജനാസ കൊണ്ടുവച്ചിട്ട് ഉസ്താദ് പറഞ്ഞില്ല, അപ്പുറത്തെ മമ്മാലിയുടെ അല്ലെങ്കിൽ ഹൈദ്രോസിന്റെ വാപ്പ മരിച്ചപ്പോൾ എന്ത് ചെയ്ത്, അന്ന് ഉസ്താദ് പറഞ്ഞു, ഇന്നിപ്പോ എന്റെ വാപ്പ മരിച്ച പറഞ്ഞില്ല, ഈ വീട്ടുകാരെ പറ്റൂല. എന്നാലും നമ്മൾ തരുന്നതായ. പക്ഷേ ഇതൊക്കെ ഒരു മാമൂലുകളായി മാറിയിരിക്കുകയാണ്. പറയുന്ന ഉസ്താദ് അവസാനം പെടുകയാണ്. കാരണം എന്താ? അകത്തളങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വഖഫ് ചെയ്ത ആ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് 100 കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഈ കിടക്കുന്ന ജനാസക്ക് വല്ല ബാധ്യതകളുണ്ടെങ്കിൽ ഈ ജനാസ ആർക്കെങ്കിലും വല്ലതും തരാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മകനെ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മരുമകനെ എത്തിയിരിക്കുന്നു, ഈ ജനാസയുടെ സഹോദരങ്ങളെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പബ്ലിസിറ്റി നടത്തിക്കഴിഞ്ഞ് വാപ്പയുടെ ജനാസ കൊണ്ടുപോയി കബറിൽ വെച്ച് 3-ാം ഫാത്തി അല്ലെങ്കിൽ 7ന്റെ പരിപാടി കഴിയുമ്പോൾ കടമുള്ള വ്യക്തി വരുന്നു, വാപ്പ ഇത്ര രൂപ തരാനുണ്ടെന്ന് പറയുമ്പോൾ അത് 40 കഴിയട്ടെ, അത് 40 കഴിയട്ടെ, അടിയന്തരം കഴിഞ്ഞ് 40 കഴിയണം. അപ്പോൾ മറ്റൊരു മകനോട് ചോദിക്കുമ്പോൾ അത് ഇക്കയാണ് ഏറ്റിട്ടുള്ളത്. അവിടെ ചോദിക്കുമ്പോൾ അതാണ് എന്റെ കയ്യിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിനെ കബറിൽ പോലും കെടുത്താത്ത പ്രിയപ്പെട്ട മക്കള് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വസ്തുത മനസ്സിലാക്കണം. ഞാൻ വാപ്പാക്ക് വേണ്ടി മോഹം ചെയ്തു, വലിയ ഹത്തപ്പുരണ്ടാക്കി, ഒരുപാട് ഉസ്താദുമാരെ നാട്ടുകാരെ ഫുഡ് കൊടുത്തു, മൗലിദ് കഴിച്ച് നേർച്ച കഴിച്ച്
ഒരു പ്രയോജനവും ആ ഉപ്പാക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ആ വാപ്പയുടെ ഹക്കടപാടുകൾ മകനേറ്റതിന്റെ പേരിൽ ആർക്കാണോ കൊടുക്കാനുള്ളത് അത് കൃത്യമായി കൊടുത്തേ തീരൂ. കൊടുക്കാത്ത പക്ഷം ആ വാപ്പാക്ക് അള്ളാഹുവിന്റെ അദാബുകളെ കൊണ്ട് അള്ള പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതല്ല ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ജനാസയുമായി ബന്ധപ്പെട്ട് എന്നോടൊന്ന് പറയുമ്പോൾ ഞാനെന്ത് ചെയ്യണം, പറയുന്നവരോട് അതിന് പറ്റിയ മറുപടി ആ സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്തതെന്തിനാ നമ്മൾ എടുത്തു വെക്കുന്നത്? ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാകുന്നത് എന്താ? ദുനിയാവിൽ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ്. വലുത് വേണമല്ലോ. അപ്പുറത്തെ വീട് അടിപൊളി BMW കിടക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു 800 ആയിരിക്കും. അത് പറ്റൂല. നമുക്ക് പറ്റൂല. നമ്മുടെയൊക്കെ അവസ്ഥയല്ലേ? തൊട്ടടുത്ത അനുജന്റെ വീട്ടിലെ മകളുടെ കല്യാണത്തിന്റെ നിശ്ചയം എങ്ങനെയായിരുന്നോ, എന്റെ വീട്ടിൽ അതിനേക്കാളും നല്ല ഗംഭീരമാക്കണം, അതിനേക്കാളും വലിയ ഓഡിറ്റോറിയം എന്റെ മകളുടെ കല്യാണത്തിന് വേണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറുതിലേക്കല്ല, ആർഭാടങ്ങളിലേക്കാണ്, ആവാസത്തിലേക്കാണ് നമ്മുടെയൊക്കെ പോക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും? നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ദുനിയാവിൽ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇന്ന സമനൽ ജന്നത്തി തീർച്ചയായും സ്വർഗത്തിന്റെ വില ഇബാദത്ത് ചെയ്യലും ദുനിയാവിന് വെടിയനുമാണ്. ദുനിയാവിന്റെ പുറകിങ്ങനെ പിന്നാലെ നമ്മൾ എങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ അമലൊക്കെ കുറഞ്ഞു പോകും, നമ്മളൊക്കെ നിസാരക്കാരായി പോകും. അതുകൊണ്ട് അത് പേടിച്ചുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിനെ അറിഞ്ഞ ആളുകൾ ഇതിനെ ഭയന്നുകൊണ്ട് ദുനിയാവിനെ അവർ ത്യജിച്ചു കളഞ്ഞു, ദുനിയാവിനെ ഉപേക്ഷിച്ചു. കാരണം നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് അൽഹംദുലില്ലാഹ് ജീവിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. അവിടെ നിന്നും കിട്ടുന്ന എവിടെ നിന്നാണോ അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടും. ചോദിക്കുമ്പോഴോ നമുക്ക് വലിയ ധിക്കാരങ്ങളാണ്. കൊടുക്കൂല നമ്മൾ. ഇനി അത് നമ്മൾ ആ സമ്പത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ ചെലവ് ചെയ്താലും നിനക്ക് തന്ന വ്യക്തിയുടെ മനസ്സിന്റെ വേദന നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറില്ല. മഹാന്മാര് പഠിപ്പിച്ച കിതാബ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് അവിടുത്തെ തുഹഫയിൽ കൊടുക്കൽ വാങ്ങൽ എന്നുള്ള വിഷയത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അത് വളരെ വ്യക്തമായിക്കൊണ്ട് ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നാം വെറുതെ നമ്മുടെ ജീവിതത്തെ ഒരു നിസ്കാരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സക്കാത്ത് കൊണ്ട് ഹജ്ജ് കൊണ്ട് രക്ഷപ്പെടുമെന്നാണോ? അല്ല. നമുക്ക് സ്വർഗം കിട്ടണമോ? കൊടുക്കൽ വാങ്ങലിൽ നാം വളരെ ശ്രദ്ധ പുലർത്തണം. അല്ലാഹു നന്മയുടെ വക്താക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത് പഠിപ്പിക്കുകയാണ്, ആരാധനകളിൽ അതിയായ താല്പര്യമുള്ളവരും എല്ലാ ആരാധനകളോടും ബന്ധമുള്ളവനാകുക. ഉണ്ടോ? എല്ലാ ആരാധനകളോടും ബന്ധം വേണം. ഓസുലാസമിന്റെ ആണ്ട് വന്നു, ജീലാനി അനുസ്മരണം വന്നു, അത് മുസ്ലിയാക്കന്മാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡിമാൻഡ് കാണിച്ച് മാറി നിൽക്കുന്നവരുണ്ടല്ലോ. അവനും മനസ്സിലാക്കണം, നാം നിലനിൽക്കുന്നത് ആരുടെ മാസമാണ്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ നിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ മാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നീണ്ട ചരിത്രമാണ്, സമയം പോലെ നമുക്ക് പറയാതിരിക്കട്ടെ. എന്നാൽ അവരെ അനുസ്മരിക്കല്, അവരെ ഓർക്കല് നമ്മുടെ ഇബാദത്താണ്. അതുകൊണ്ട് ആരാധനകളിൽ അതിയായ താല്പര്യം വേണം. ബാങ്ക് കേട്ട് നിസ്കരിക്കണം, എനിക്ക് ജമാഅത്തായി നിസ്കരിക്കണം,
ആ താല്പര്യം മനസ്സിലേക്ക് വേണം. അതുപോലെ ആകാതെ നിസ്കരിക്കണം, ആ താല്പര്യം വേണം. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം, ആ താല്പര്യം നമ്മുടെ മനസ്സിൽ വേണം. അയൽപക്ക ബന്ധം ചേർക്കണം, കുടുംബ ബന്ധം ചേർക്കണം. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടാകുമ്പോൾ, അതുപോലെ ആരാധനകളോടുള്ള ബന്ധമുള്ളവനാകും. നല്ല ബന്ധം റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലാനുള്ള കൽബ് വരുന്നവരും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധനാരാ? ഏറ്റവും വലിയ വിശുദ്ധനാരാ? എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരാധനകളിൽ അതിയായ താല്പര്യം നമുക്ക് വേണം. എല്ലാ ആരാധനകളോടും ബന്ധമുള്ളവനാകുക. ഒരുപക്ഷെ അതവന്റെ പാപമോചനത്തിന്റെയും സ്വർഗം നിർബന്ധമാകുന്നതിന്റെയും കാരണമായേക്കാം. പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. അയ്യകൂന ഹരീസൻ മനസ്സിലാക്കേണ്ട കാര്യമാണത്. എന്ത്? സ്വർഗം ആ മനുഷ്യൻ നിർബന്ധമാകാനുള്ള വലിയ കാരണമാണത്. വഴിപ്പെടേണ്ട നമ്മൾ വഴിപ്പെടണം. ഖുർആൻ പറഞ്ഞില്ലേ, വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. ആ സ്വർഗം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നതാണ്. പരിശുദ്ധമായ ഖുർആനാണ്. വതിൽകൽ ജന്നത്തു, ആ സ്വർഗമുണ്ടല്ലോ. ഏ സ്വർഗം? ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ അല്ലാഹു വിവരിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ സ്വർഗം അല്ലത്തി, എങ്ങനത്തെ സ്വർഗമാണ്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി, അനന്തരമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നതാണ്. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലമായി അല്ലാഹു വിശാലമായ സ്വർഗം നമുക്ക് നൽകുന്നതാണ്. അതാണ് മൂന്നാമത്തത്. നാലാമത് പഠിപ്പിക്കുന്നു, സ്വാലിഹീങ്ങളെയും നന്മയുടെ ആളുകളെയും സ്നേഹിക്കുകയും അവരോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്യുക. ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത്? സാലിഹീങ്ങളോടുകൂടെയും നന്മയുടെ ആളുകളോടും സ്നേഹിക്കുകയും അവരോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്യുക. സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. നമുക്ക് സമയമുണ്ടോ? നമുക്ക് നേരമുണ്ടോ? ഒരു മതപ്രഭാഷണ പരമ്പരയുടെ ഒരു സദസ്സ് നാട്ടിലുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള എത്ര ആളുകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്? അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഴ്ചയും മുടങ്ങാതെ നടക്കുന്ന വനിതാ ക്ലാസ്, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാര്, ഭാര്യമാര്, മക്കള് വെറുതെ ഫോൺ നോക്കി സമയം കളയുകയാണല്ലോ. എന്നാൽ ആ പവിത്രമായ ഉള്ളിന്റെ സദസ്സിൽ വന്നുകൊണ്ട് അല്പസമയം പരിശുദ്ധമായ ഇൽമു പഠിക്കാൻ, ആ ഇൽമു കേൾക്കാൻ, സാലിഹീങ്ങളോടൊപ്പം ഇരിക്കാൻ, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗ പൂന്തോപ്പാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പറയുന്ന സ്ഥലം. അവിടെ പോയി നമുക്ക് ഇരിക്കാനോ അത് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു സ്വാലിഹീങ്ങളോടൊപ്പം വന്ന് അല്പസമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ ഒരു നന്മ ചെയ്യുന്ന വ്യക്തിയുടെ ആ നന്മയുമായി ബന്ധപ്പെട്ട് അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുവാനോ അതിനുള്ള ആശീർവാദങ്ങൾ ചെയ്യുവാനോ നമുക്ക് സമയമില്ല. സമയമില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്?
വലിയ പുണ്യമാണ്. സാധുവായ ഞാൻ എറണാകുളം ജില്ലയുടെയും അതുപോലെ കൊച്ചു കേരളത്തിന്റെ പലയിടങ്ങളിലും മതപ്രഭാഷണവും ദുആഇന്റെ മജ്‌ലിസുമായി ബന്ധപ്പെടുമ്പോൾ എത്രയോ പള്ളികൾക്ക് വേണ്ടി, എത്രയോ മദ്രസകൾക്ക് വേണ്ടി, എത്രയോ ദീനീ കലാലയങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ നിന്നുകൊണ്ട് സാധുക്കളോട് ചോദിക്കുന്നു. പള്ളിയുടെ പണി നടക്കുന്നു, മദ്രസയുടെ പണി നടക്കുന്നു, ഇവിടെ ഇന്ന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ട ഭക്ഷണം വേണം, അവർക്ക് വേണ്ട പാർപ്പിടം വേണം, സൗകര്യങ്ങൾ വേണം. അതൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ചോദിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ആ സമ്പത്തുകൾ വാങ്ങി ആ സ്ഥാപനത്തെ പടുത്തുയർത്തുമ്പോൾ, ആ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, എനിക്ക് സ്ഥാനമാനങ്ങൾക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഏതെങ്കിലും പള്ളിയുടെ ഖബർസ്ഥാനിൽ ഞാൻ പോയി കിടക്കുമ്പോൾ നീ അന്ന് ചെയ്ത ആ സാന്ത്വനമുണ്ടല്ലോ, അന്ന് ചെയ്തതായ നന്മയുണ്ടല്ലോ, ആ മദ്രസ പണിയാൻ, ആ പള്ളി നിർമ്മിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു ജനങ്ങൾ അതിലേക്ക് സംഭാവന നൽകി. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ആ പള്ളിയുടെ മാറ്റിൽ വന്ന് സുജൂദ് ചെയ്യുന്നു, ആ പള്ളിയിൽ ഇത്തിഖാഫിന്റെ നിയ്യത്തോട് കൂടിയിരിക്കുന്നു, ഖുർആൻ ഓതുന്നു. എന്നാൽ അതിന്റെ ഒരു കണക്ഷൻ സാധുവായ എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത്. അതാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നന്മയുമായി ബന്ധപ്പെടണം, നന്മയുടെ ആളുകളുമായി ബന്ധപ്പെടണം, അവരെ സ്നേഹിക്കണം, അവരോടൊപ്പം കൂട്ടുകൂടണം, അവരോടൊപ്പം കൂടിയിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്താണ് ഉണ്ടാകുന്നത്, സന്തോഷമാണ്. അല്ലാഹു ഇതുപോലെയുള്ള ഈ നിഅമത്ത് മരണം വരെ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ കൂടി എല്ലാവരുമായി നടക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ നേരം വരെ അള്ളാഹു ഒരു പ്രയാസത്തിലാക്കാതെ, ഒരു വിഷമത്തിലാക്കാതെ സന്തോഷകരമായ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നു. കാരണം എന്താ? നമ്മുടെ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകാതെ നമ്മളിത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ നന്മയുമായി ബന്ധപ്പെടണം, നന്മയുള്ളവരോട് ചേരണം. അവിടെയാണ് ഇപ്പൊ ഇന്ന് ഞാൻ ജുമുഅക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കൊച്ചു കേരളത്തിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ദുആക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. 11:50 എനിക്ക് വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളെ എവിടെയാണ്, എന്റെ വിശേഷം ജുമുഅക്ക് പോകുന്നില്ലേ? ഞാനിപ്പോൾ ബോംബെയിലാണ്. ബോംബെയിൽ ഒരു പരിപാടി കഴിഞ്ഞ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എനിക്ക് വലിയ സന്തോഷം. എത്രയോ ഉസ്താദുമാരുണ്ട്, എത്രയോ ആളുകളുണ്ട്, ഞങ്ങൾ വിളിച്ചോ. പക്ഷേ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അല്ലാഹു സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വലിയ അസറുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ 10 മിനിറ്റിന് മുമ്പ് എന്റെ മനസ്സിലേക്ക് ഓടിക്കടന്നു വന്ന ഒരു വിഷയമാണിത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നാം ചേരേണ്ടവരോട് ചേർന്നാൽ അല്ലാഹുവിന്റെ സഹായം അവരുടെ കൽബിൽ നമുക്കൊരു ഇടമുണ്ടാകുമെന്നത് വളരെ യാഥാർത്ഥ്യമാണ്. നാം അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ മനസ്സ് നിറച്ചും മറ്റുള്ളതായി നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാഹി നമുക്ക് വിജയം ഉണ്ടാവില്ല, പരാജയം തന്നെയായി. മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം അങ്ങനെയുള്ള നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ പറഞ്ഞെങ്ങനെയാണ്? സാലിഹീങ്ങളെയും നന്മയുടെ ആളുകളെയും സ്നേഹിക്കുകയും അവരോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്യുക. കാരണം ഒരു നല്ല മനുഷ്യന് പൊറുക്കപ്പെട്ടാൽ അവന്റെ കൂട്ടുകാർക്കും അനുയായികൾക്കും അവൻ ശുപാർശ ചെയ്യുന്നതാണ്. ഇതാണ് പരിശുദ്ധമായ ദീനിന്റെ നിലപാട്, ദീനിന്റെ നിലപാട്. അതുകൊണ്ട് നാം കൂട്ടുകൂടുന്ന ഒരു കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ അവന്റെ മനസ്സിൽ എന്നും ദുആ ഉണ്ടാകും, അവൻ എപ്പോഴും ദുആ ചെയ്യും.
ഞാൻ ഇന്ന് സുബഹി കഴിഞ്ഞ് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഫോണിലൂടെ വിളിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. വാപ്പയുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് ആ പയ്യൻ അവിടുത്തെ ശബ്ദമങ്ങ് നിലച്ചുപോയി. ഞാൻ വീണ്ടും ഹലോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുകയാണ്, തങ്ങളെ 1.5 വർഷമായി എന്റെ പ്രിയപ്പെട്ട പിതാവ് വിട പറഞ്ഞിട്ട് 1.5 വർഷമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അറിയിക്കാതിരുന്നത്? പെട്ടെന്ന് വാപ്പാക്ക് വയ്യാതെയായി, അല്പസമയത്തിനുള്ളിൽ തന്നെ വാപ്പ മരിച്ചു, അതാരോടും അറിയിക്കാൻ പറ്റിയില്ല എന്ന് പൊട്ടിക്കറിഞ്ഞ് ഞാൻ സുബഹി കഴിഞ്ഞ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തപ്പോൾ ആ പ്രിയപ്പെട്ടവന്റെ സന്തോഷം എത്രത്തോളമാണ്! ഞാൻ മറന്നെങ്കിലും തങ്ങളെ മറക്കാതെ എന്റെ വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയല്ലോ, അത് തന്നെ വലിയ സന്തോഷമാണെന്ന് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതെന്താ? അങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ, നല്ലൊരു കൂട്ടുകാരൻ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പൊറുക്കപ്പെടാൻ നമുക്ക് അവന്റെ ഒരു ദുആ മതി, അവന്റെ ഒരു ശുപാർശ മതി. അതാണ് കൂട്ടുകൂടേണ്ടത് എങ്ങനെയുള്ളത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞില്ലേ, ചേരേണ്ടത് ചേരുമ്പോഴാണ് അതിൽ ഭംഗിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരൻ ആരാകണം, എങ്ങനത്തെ കൂട്ടാണ് കൂടേണ്ടത്, ഇതൊക്കെ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാലിഹീങ്ങളെയും നന്മയുടെ ആളുകളെയും സ്നേഹിക്കുകയും അവരോട് കൂടിയിരിക്കുകയും ചെയ്തോ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമുക്ക് രക്ഷപ്പെടാനും അത് മാർഗമാണ്. അല്ലാഹു നന്മയുടെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് മരണപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്.